സംരംഭക കൂടിയാണ്. 1 ലിറ്ററിന് 700 രൂപയാണ് ഇതിന്റെ വില. ഒന്നാം തിങ്കളാകുന്ന നേരം ഹായ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ്. ഇത് പ്രകാശേട്ടൻ്റെ വീടാണ്. പ്രകാശേട്ടൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രകാശേട്ടൻ നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മളെ റബ്ബർ കാട് മെഷീൻ വെച്ച് വയ്ക്കാൻ വേണ്ടി വന്ന ആളാണ് പ്രകാശേട്ടൻ. അപ്പോൾ പ്രകാശേട്ടൻ്റെ വീട് എന്ന് പറയുന്നത് ഒരു ഔഷധ ഗുണമുള്ള ഔഷധ സസ്യങ്ങൾ നിറഞ്ഞൊരു കലവറയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഔഷധ ഗുണമുള്ള ചെടികളുണ്ട്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് പരിചയപ്പെടാം. കാൽസ്യം അടങ്ങിയ ഒരു ഫ്രൂട്ട്സാണ്. ഇതിൻ്റെ പേര് ഓൾ ഇന്ത്യ ലെവലിൽ വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്ന് പറയും. നമ്മുടെ നാട്ടിൽ ഇത് പറഞ്ഞു വരുന്നത് ലോലിക്ക എന്ന് പറയുന്നുണ്ട്, ആപ്പിൾ ചെറി എന്നും പറയുന്നുണ്ട്. കാൽസ്യം അടങ്ങിയ ഫ്രൂട്ട്സ് ആയതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട്. കുട്ടികളാണ് ഇത് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചാൽ നമുക്ക് അച്ചാറിടാം. അച്ചാർ നല്ല ടേസ്റ്റാണ്. 6 മാസത്തിലൊരിക്കലേ ഇത് കായ്ക്കുള്ളൂ. കായ്ച്ചാൽ ഇത് വെച്ചാൽ ഫുൾ കളറായിട്ട് കളർഫുള്ളാണ്. ചുവന്ന മറ്റേ പ്ലമ്മിൻ്റെ എല്ലൊരു മണം ഇതിന്. നമ്മൾ ശരിക്കും ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിൽ നിറച്ചുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. നമ്മൾ വരാൻ ലേറ്റായിപ്പോയി. അതുകൊണ്ട് നമ്മളത് താഴെ നിന്നാണ് ഇപ്പോൾ പെറുക്കിയെടുക്കുന്നത്. കാരണം എല്ലാം തീർന്നു. ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇതിപ്പോൾ ഞാൻ കഴുകിയതാണ് കേട്ടോ. കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പ്ലം ഉണ്ടല്ലോ, അതേ ടേസ്റ്റ്, പുളിപ്പ്. ഇത് വെറും പുളി മാത്രമേ ഉള്ളൂ. ശരിക്കും ഇത് ഉപ്പിലിടാൻ അച്ചാറിലിട്ട് വെക്കാം. ഇത് നട്ടിട്ട് ഏകദേശം ഒരു 4 വർഷം കഴിഞ്ഞു. പക്ഷികൾ ഭക്ഷണം തന്നെയാന്ന് കഴിഞ്ഞാൽ ശരിക്കുള്ള ആൾക്കാർ ഇത് 6 മാസത്തിൽ ഒരിക്കാന്ന് ഉണ്ടാകുന്നത്. ഉണ്ടായാലും ഇങ്ങനെ 2 ആഴ്ച കൊണ്ട് പഴുത്ത് വീണ് തീരുകയും ചെയ്യും. ഇത് ശരിക്കും ഇതൊന്ന് നിറച്ചും കാഴ്ച സമയത്തായിരുന്നു പ്രകാശേട്ടൻ നമ്മളെ വിളിച്ചത്. പക്ഷെ ആ സമയത്ത് നമുക്ക് വരാൻ പറ്റിയില്ല. ശരിക്കും അത് മിസ്സായിപ്പോയി നമുക്കിതൊന്ന് കാണാൻ വേണ്ടിയിട്ട്. തൊടുമ്പോ തന്നെ ഇളകി വീഴുന്നുണ്ട്. ഇതുണ്ട്, അത് കുറച്ച് പച്ചയും ചെറുതായിട്ട് പഴുത്ത് വരുന്നതാണ് കേട്ടോ. ഇതിന്റെ പച്ച എന്താ ടേസ്റ്റ് ആണ്. മറ്റേ ബുളുമ്പിക്ക എന്തായാലും പറയല്, ഇരുമ്പിക്ക ആ ഒരു അതിന്റെ അതേ ടേസ്റ്റ്. പച്ച ആ പുളി തന്നെ. നെല്ലിക്കല്ല ഒരു അമ്പൽപ്പൂ. നമ്മൾ ഇവിടെയുള്ള ഈ പറമ്പത്തുള്ളത് ആരോഗ്യപരമായ കുറേ സസ്യങ്ങളുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഇപ്പം കാണിച്ചു തന്നത്. ഇതിപ്പോൾ അടുത്തത് ഇത് മുള്ളൻ ചക്ക, മുള്ളാക്ക എന്നൊക്കെ പറയും. അതിൻ്റെ ഒരു ചക്കയാണിത്. ഇതുപോലെ തന്നെ ഒരു 6 മാസത്തിൽ ഒരിക്കലാണ് ഇത് ഉണ്ടാകുന്നത്. ഇതിപ്പോൾ ഇവിടെ നട്ടിട്ടൊരു 5-6 വർഷമായി. ഇപ്പോഴാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവാൻ തുടങ്ങിയത്. ഇതിൽ നമ്മളിത് 2 വർഷത്തോളം തിരുവനന്തപുരത്തുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വില ചോദിച്ചപ്പോൾ ഇതിൻ്റെ പഴുത്ത ജ്യൂസിന് വേണ്ടി വില ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് 1 ലിറ്ററിന് 700 രൂപയാണ് ഇതിൻ്റെ വില. അപ്പം നമ്മളെ നാട്ടിൽ ഇത് അറിയപ്പെടാത്തതുകൊണ്ട് നമ്മളിവിടെ വലിയ പ്രാധാന്യം കാണുന്നില്ല. എന്നാൽ അറിയുന്നവർ ഇവിടെ വന്നിട്ട് പറിച്ചു കൊണ്ടുപോകുന്നുണ്ട്. മുള്ളാത്ത എന്ന് പറഞ്ഞ ഈ കായ് ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന മരുന്നാന്ന് പറയുന്നത്. ഒരു കീമോതെറാപ്പിക്ക് തുല്യമാണിത്. നമ്മൾ ആ സമയത്ത് തിരുവനന്തപുരത്തുള്ള സമയത്ത് ഇപ്പോൾ ഇതിൻ്റെ ഗുണം അറിഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഈ ഇത് നട്ടതും. ഇതിൻ്റെ കായ് ഇതുപോലെയുള്ള രോഗിയൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പൈസക്കൊന്നല്ല, വെറുതെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ജ്യൂസ് അടിപൊളി ടേസ്റ്റാണ്, സൂപ്പറാണ്. പഴുത്തതും അതുപോലെ തന്നെ നല്ല ഗുണമുള്ള കാൽസ്യം അടങ്ങിയ ഒരു കായായിട്ട്. പച്ച ഉപയോഗിക്കുന്നത് കറി വെക്കാൻ, മസാലക്കറിയൊക്കെ വെച്ചാൽ നല്ല രുചിയായിരിക്കും. അതിന് വേറെ ഒന്നും ഇടണ്ട, തക്കാളിയോ ഉള്ളിയോ ഒന്നും വേണ്ട. അപ്പൊ ഈ മുള്ളാത്തന്റെ പഴുത്തതാണ് കേട്ടാ. നമുക്ക് വേണ്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്.
അത് നമുക്ക് മുറിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് കുറയാൻ സാധ്യതയുണ്ട്, കളറെല്ലാം മാറിയും മഴക്കാലമായതുകൊണ്ട് ഇങ്ങനെ ഉണ്ടല്ലോ. ഇപ്പം ചെറിയ പുളിയുണ്ട്. ഇത് കറക്റ്റ് സീതാപ്പഴം ഉണ്ടല്ലോ, അതിന്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. ചെറിയൊരു പുളിയും ചെറിയ മധുരവും എല്ലാം ഉണ്ട്. ശരിക്കും ചെറിയ ചക്കേന്റെ അത്ര വലിപ്പമുണ്ടല്ലേ ഇതെല്ലാം തിന്നാൽ ഇത് ഇത് നല്ലോണം ഇത് നല്ലോണം ഇത് നീളം വെക്കും അല്ലേ? ഇത് പിന്നെ ഒരു ഷേപ്പ് ഇല്ലാത്ത ശരിക്കും അമീബ അങ്ങനെ എന്താ പറയലുണ്ട്. അമീബേന്റെ ഷേപ്പാന്ന് പറഞ്ഞിട്ട് മോയി വേണ അങ്ങനത്തെ ഒന്നും പറ്റില്ലല്ലേ. ഞാൻ ചെറിയൊരു കലാകാരി എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പാടും അറിഞ്ഞിട്ടൊന്നല്ല, നല്ല ഇഷ്ടം കൊണ്ട് പാടും. അങ്ങനെ ചാരിറ്റി എല്ലാ കാര്യവും ചെയ്യുന്ന പാട്ടുപാടി ചാരിറ്റി ചെയ്യുന്നതാണ്. ഞാൻ കുടുംബശ്രീ തലത്തിൽ 10 സ്കിറ്റോളം ഞാൻ എഴുതി അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ അഭിനേതാക്കളുണ്ട്, 5-6 പേരുണ്ട്. അപ്പോൾ 3-4 സ്കിറ്റിന് സംസ്ഥാന തലത്തിൽ ഫസ്റ്റ് സെക്കൻഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്വന്തം എഴുതുന്നതാണ് അതൊക്കെ. അപ്പോൾ ഒന്നും ഭർത്താവാണ് കൂടുതൽ സപ്പോർട്ട്. എനിക്ക് എല്ലാ സപ്പോർട്ടും എൻ്റെ ഭർത്താവാണ്. എനിക്ക് കുടുംബശ്രീ തലത്തിൽ കഴിഞ്ഞ ഇതിൽ നാടൻ പാട്ടിന് ഫസ്റ്റ് കിട്ടിയൊരു പാട്ട് ഞാൻ ഇവിടെ ആകന്തളിക അന്തകാന്തളിക തെളിമീൻ പെട്ട കണ്ണേറുതെളിക പ്രാക്കലോ മുടി നിറയാ ഉറുമ്പേ ഒന്നാം തിങ്കളാകുന്ന നേരം തിരുമേ തെളിഞ്ഞു കാണാം, രണ്ടാം തിങ്കളാകുന്ന നേരം കാട്ടില്ല പടി കയറാ. ഞാനൊരു സംരംഭക കൂടിയാണ്. കുടുംബശ്രീ തലത്തിൽ കുടുംബശ്രീയിലൂടെയാണ് ഞാൻ ഒരു സംരംഭകയായത്. ഇപ്പം കുറ്റാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ജനകീയ ഹോട്ടൽ ആണ് ഇപ്പം നടത്തുന്നത്. 7 വർഷമായി. ആദ്യം 2 വർഷം സാധാ ഹോട്ടലായിരുന്നു. ഇപ്പം പഞ്ചായത്തിൻ്റെയും അല്ല സഹായത്തോടു കൂടി, പഞ്ചായത്തിൻ്റെ എല്ലാ സപ്പോർട്ടോടു കൂടി ഞാനിപ്പോൾ ഒരു സംരംഭക നല്ലൊരു രീതിയിൽ പോകുന്നുണ്ട് എന്നാണ് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാനുള്ളത്. മോണോ ആക്ടിൽ കുടുംബശ്രീ തലത്തിൽ ജില്ലയിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ജില്ലയിൽ ഫസ്റ്റും സംസ്ഥാനത്തിൽ സെക്കൻഡും കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ 2023 കഥ അന്നേരം വെള്ളപ്പൊക്കത്തിൽ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന്റെ കഥയാണ്. കുടുംബത്തിൻ്റെത് മാത്രമല്ല, അതിൽ ഒരു പ്രായമായവരെ ഒരു 2-3 ക്യാരക്ടർ എനിക്ക് അതിൽ ചെയ്യാൻ പറ്റും. അത് ഒരു ഹാസ്യമായിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. ഏത് മേഖലയും ഹാസ്യത്തോടു കൂടിയിട്ടാണ്. സ്കിറ്റായാലും 2 ഷോർട്ട് ഫിലിം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ മരിയോന്ത് എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. പിന്നെ ഒന്ന് ഇവൾ, അങ്ങനെ 2 ഷോർട്ട് ഫിലിമിൽ ചെറിയൊരു കഥാപാത്രം ചെയ്യാൻ പറ്റും. ഒരു ആൽബം, ഒരു ഭഗവാന്റെ മുന്നിൽ തൊഴുതു നിൽക്കുന്ന ആൽബത്തിന്റെ പേര് ഒരു മാനസാന്നാണ്. ഈ കായ് പഴുത്ത് താഴെ വീഴും, വീണിട്ട് അതാണ് മുളച്ച് വന്നിട്ട് ഇതുപോലെ തയ്യായി മാറുന്നത്. ഇതിപ്പോ ഞാൻ കൊണ്ടുപോയിരുന്നു. പ്രകാശേട്ടൻ തന്നതാ. എന്റെ പേരാണ് പൂമ്പാറ്റച്ചെടി. വൈകുന്നേരം ഇതെല്ലാം കൂമ്പിച്ചിട്ട് പൂമ്പാറ്റേൻ്റെ ലുക്കായി ഇങ്ങനെ പാറി വന്നു. ഇത് ഒരു മെഡിസിൻ സസ്യമാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ പുഴുവെല്ലാം നമ്മൾ കടിച്ചിട്ടാകുമ്പോൾ പുഴു കരികണ്ണി ഇതുപോലെ അലർജിയെല്ലാം എന്തെങ്കിലും വന്ന് നമ്മുടെ ശരീരത്തിൽ അലർജി ഉണ്ടാക്കിയാൽ ഇത് നമ്മൾ പിഴിഞ്ഞിട്ട് ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി, അത് മാറിക്കിട്ടും. ഒരു ഔഷധ ചെടിയാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ പേര് പറയപ്പെടുന്നത് മുറികൂടി എന്നാണ് പറയപ്പെടുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ കൈക്കോ കാക്കോ എവിടെയെങ്കിലും മുറിഞ്ഞാൽ ഇതിൻ്റെ ഒരു തണ്ട് പറിച്ചിട്ട് ഇതിൽ നിന്നും വരുന്ന ഒരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡ് കയ്യിൽ ആക്കി അവിടെ കെട്ടിക്കൊടുത്താൽ മതി. നാളേക്കത് മാറിക്കിട്ടും. അതുപോലെ എനിക്ക് കുപ്പിച്ചില് കൊണ്ട് മുറിഞ്ഞ ഒരു കലയാണിത്. അത് ഇവിടെ ഈ ലിക്വിഡ് തട്ടിയിട്ട് ലിക്വിഡ് തടയി കൊടുത്തിട്ട്
കെട്ടിയിട്ട് പിറ്റേന്ന് അത് ആ മുറി അവിടെ കുടിക്കും. മണ്ണ് കിളയ്ക്കണതാവേശമാ